സകല ലോകത്തിന്റെ രാജാവും നമ്മുടെ കർത്താവുമായ എൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവജനത്തിന് മുമ്പാകിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്ന വലിയേറെ സന്ദർഭത്തിനായി സകല മാനവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. തുടർമാനമായി പഠിച്ചു വരുന്ന ദൈവജന ചിന്തയിലേക്ക് നമ്മുടെ തുടർ പഠനവും കൊണ്ടുവരുവാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടു. വളരെ പ്രാർത്ഥനയോടെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ളതായി തന്നെ വളരെ ഏകാഗ്രതയോടും നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധ പൂർണ്ണമായി ഇവിടെ തന്നെ ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു പലതിലേക്ക് കേൾക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ കഴിയുന്നവരെ നിർബന്ധിച്ചത്. അല്ലാത്തവരും ഒരു കാരണവശാൽ ഇറങ്ങി പോകരുത്. ക്ലാസ് സന്തോഷത്തോടും പ്രാർത്ഥന കേൾക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് വിശുദ്ധ പഴയ നിയമം അവസാനിക്കുമ്പോൾ നടക്കുന്ന അതിപ്രധാനമായ 10 കൂട്ടം കാര്യങ്ങളാണ്. അതിനുശേഷം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ നടന്ന ആ പ്രധാനപ്പെട്ട മറ്റു ചില വിഷയങ്ങളും നാം പഠിക്കേണ്ടതായിട്ട്. പഴയ നിയമം അവസാനിക്കുമ്പോൾ നടക്കുന്ന 10 അതിപ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാമത്തെ കാര്യം വളരെ വിശദമായി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അത് നിങ്ങളുടെ ചിന്തയിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കും. പോയിന്റ് നമ്പർ 1, അസീറിയൻ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലെ സൗണ്ട് ക്ലാരിറ്റി ക്ലിയർ അല്ല എന്ന് ചിലരൊക്കെ മെസ്സേജ് ഇട്ടു. അതുകൊണ്ട് ഓഡിയോ കിട്ടിയവർക്ക് ഒരു പക്ഷെങ്കിൽ അത് എത്രത്തോളം അത് ഗ്രഹിക്കാൻ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രം ഞാൻ അതിന്റെ പ്രധാന പോയിന്റ് ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഈ വിഷയത്തിലേക്ക് വരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റുകൾ തീർക്കാൻ കഴിയാതെ വരുമല്ലോ. അപ്പോൾ ഇസ്രായേൽ മക്കൾ എന്നറിയപ്പെടുന്ന യാക്കോബിന്റെ 12 മക്കൾ, 12 ഗോത്രങ്ങളും ഒറ്റ രാജ്യമായി 120 വർഷം 3 രാജാക്കന്മാർ അവരെ ഭരിച്ചു. ആരൊക്കെ? ശൗല്, ദാവീദ്, ശലോമോൻ. 3 പേരും 40 വർഷം വീതമാണ് ഇവരെ ഭരിച്ചത്. എന്നാൽ ശലോമോന്റെ കാലശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു പോയി. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും. വടക്കേ രാജ്യം ഇസ്രയേലും തെക്കേ രാജ്യം യഹൂദയും. വടക്കേ രാജ്യമായ ഇസ്രായേൽ 10 ഗോത്രവും തെക്കേ രാജ്യമായ യഹൂദയും ബെന്യാമിൻ ഉൾപ്പെടുന്ന 2 ഗോത്രം മാത്രം. ബാക്കിയുള്ളവർ 10 ഗോത്രം. വടക്കേ രാജ്യം ഇസ്രായേൽ. വടക്കേ രാജ്യം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തെക്കേ രാജ്യം യഹൂദ് എന്ന പേരിലും അറിയപ്പെടുന്നു. അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോകവേ വടക്കേ രാജ്യത്തുള്ള ആളുകൾക്ക് ആരാധന സംബന്ധമായ ആത്മീയ വിഷയങ്ങളിൽ, ദൈവാലയ സംബന്ധമായ വിഷയങ്ങളിൽ തെക്കേ രാജ്യത്ത് വരേണ്ടതായിട്ട് വരുന്നു. കാരണം ദേവാലയം ഒന്നേ ഉള്ളൂ, അത് യെരൂശലേമില്ല, അത് തെക്കേ രാജ്യത്താണ്. അപ്പൊ അങ്ങോട്ട് വരാനായിട്ട് സഹോദരങ്ങളുടെ പിണക്കം മൂലം അവരങ്ങോട്ട് വരാതെ വടക്കേ രാജ്യത്തുള്ളവർ വീണ്ടും ജീവനുള്ള ദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്ന രംഗം നമ്മൾ കണ്ടു. അവിടെ 2 പ്രധാന ദൈവങ്ങളെയാണ് അവർ സ്ഥാപിച്ചത്. ഒന്ന് ബാൽ ദേവനെയും മറ്റൊന്ന് അശേരാ പ്രതിഷ്ഠ. ഈ 2 ദൈവങ്ങളെയും സേവിച്ച് ദൈവത്തിന് ഒരുപാട് അകലേക്ക് ഇസ്രായേൽ ജനം പോയപ്പോൾ ഇവരെ മടക്കി കൊണ്ടുവരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് ഇവർ കീഴ്പ്പെടാതെ വന്നത് നിമിത്തം ദൈവം എന്ത് ചെയ്തു? ഇവർക്കൊരടി കൊടുക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ച മറ്റൊരു രാജ്യമാണ് അസീറിയ അഥവാ അശൂർ. അശൂരിന്റെ തലസ്ഥാനം നിനവയാണ്. നിനവയുടെ പ്രാധാന്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അശൂർ രാജ്യം വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടെയുള്ള ആൾക്കാരെ എല്ലാം പിടിച്ചോടുന്നു. ഞാൻ അത് കണ്ടപ്പോഴാണ് യഹൂദിക്ക് വലിയ സന്തോഷം. നിനക്ക് അങ്ങനെ തന്നെ വരണം എന്ന ചിന്തയോടുകൂടെ യഹൂദ സന്തോഷിക്കുന്ന രംഗമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ സന്തോഷിക്കരുത്. നിങ്ങളുടെ ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് ആ 10 ഗോത്രവും. അവർക്കാണ് ഈ നാശം വന്നത്. അത് നിങ്ങൾക്കും വന്നു ഭവിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ നാശം കണ്ടുകൊണ്ട് പ്രവാചകന യിരെമ്യാവ് കരയുന്ന പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകമെന്നും ഞാൻ ഓർപ്പിച്ചു.
അതൊന്നും വിശദീകരിക്കുന്നില്ല, ഞാൻ വേഗം പോക്കാണ്, എനിക്ക് രണ്ടാമത്തെ പോയിന്റ് ഇന്ന് പറഞ്ഞു തീർക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ജനം അശൂർ ദേശത്തേക്ക് പോയി. സാരഗൻ സെക്കൻഡ് എന്ന രാജാവാണ് ഇവരെ വന്ന് ആക്രമിച്ചുകൊണ്ട് പോയെന്നൊക്കെ ഞാൻ ഓർപ്പിച്ചു. എന്നാൽ കുറെ നാൾ അവിടെ അവരോട് താമസിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെയുള്ള ആളുകൾക്ക് തോന്നിയടാ, ഇവര് വന്ന് ഈ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമല്ലേ, നമുക്കൊന്ന് പോയി കണ്ടാലോന്നും പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാരും കൂടെ എവിടെ വന്നു? ഇസ്രായേലിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അവിടെ വന്ന് അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് രോഗങ്ങൾ പിടിപെട്ടു. അത് പുറത്തു പറയാൻ പറ്റാത്ത ഇടങ്ങളിലാണ് അസുഖങ്ങൾ ഉണ്ടായത്. പല ദുരിതങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഇതെന്തുകൊണ്ടാണെന്നറിയാൻ അവരവരുടെ മന്ത്രവാദികളും ആഭിചാരന്മാരും അന്വേഷിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഗതികേട് വന്നത്. അപ്പോൾ അവര് മന്ത്രവാദവും ശമനവാദികളൊക്കെ നോക്കിയിട്ട് പറഞ്ഞത് വേറൊന്നും കൊണ്ടുമല്ല, ഇവിടെ പാർത്തിരുന്ന ആൾക്കാരെയാണല്ലോ നമ്മൾ ഓടിച്ച് നമ്മുടെ രാജ്യത്ത് കൊണ്ടാക്കിയിരിക്കുന്നത്. അവന്മാര് വന്ന് പ്രാർത്ഥിച്ചാലേ നമുക്ക് സൗഖ്യം വരൂ എന്ന് ഇവിടെ മന്ത്രവാദികൾക്കും ശമനവാദികൾക്കും ആഭിചാരന്മാർക്കും ബോധ്യപ്പെട്ടിട്ട് ഇസ്രായേലിൽ നിന്നും അശൂരിലേക്ക് പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ദേശത്താണല്ലോ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാലേ ഞങ്ങൾക്ക് സൗഖ്യമാകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേട്ട പാതി കേൾക്കാത്ത പാതി, നിയോഗമുള്ളവരും ഇല്ലാത്തവരെല്ലാം ചാടി ഇറങ്ങി പ്രാർത്ഥിക്കാം. അത് അന്നും അതെ ഇന്നും അതെ. നിയോഗമുള്ളവനും ഇല്ലാത്തവരെല്ലാം എല്ലാ ശുശ്രൂഷയും കയറി ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ ആർക്കും കയറി നിരങ്ങാവുന്ന ഒരു വേദിയായിട്ടല്ലേ സുവിശേഷത്തിന്റെ വേദികൾ മാറിയത്? ശരിയാണോ ഞാൻ പറഞ്ഞത്? മുമ്പ് കുമ്പനാട് കൺവെൻഷന് പന്തൽനാട്ട് കർമ്മം എന്ന് പറഞ്ഞ ഒരു കർമ്മം ഇല്ലായിരുന്നു. ഇനി അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിന്റെ കഴ എടുത്തോണ്ട് വരുന്നവൻ പോലും അഭിഷേകം പ്രാപിച്ചവനാണോ അല്ലയോ എന്ന് നോക്കുവായിരുന്നു. ആത്മനിറവ് പ്രാപിക്കാത്ത ഒറ്റ ഒരുത്തനും പന്തലിന്റെ പണിക്ക് പോലും ആ കോമ്പൗണ്ട് കയറുകയല്ല. അതുകൊണ്ടാണ് ആ കോമ്പൗണ്ടിൽ കൺവെൻഷൻ ദൈവസാന്നിധ്യം ഉണ്ടായി. മനസ്സിലായോ? അത്ര ആത്മനിയോഗമുള്ളവർ മാത്രമേ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് ആത്മീയമായിട്ട് ഭയങ്കര സൂപ്പർ സ്പിരിച്വാലിറ്റി ആയതുകൊണ്ടൊന്നും അല്ല. അവർക്ക് തിയോളജി അറിയത്തില്ലായിരുന്നു, പക്ഷെ വേദപുസ്തകം അറിയാം. സ്വോത്രം. ഞാൻ വല്ലപ്പോഴൊക്കെ പ്രസംഗത്തിലും എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സബ്ജക്റ്റുമാണ് പുറപ്പാട് പുസ്തകത്തിന്റെ 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെയുള്ള 16 അധ്യായങ്ങളിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. സമാഗമന കൂടാരം എന്നാണ് ആ വിഷയത്തിന്റെ പേര്. സ്തോത്രം. ഞാൻ ദീർഘവർഷങ്ങൾ കൊണ്ട് പഠിപ്പിച്ചുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ പഠിപ്പിച്ചൊന്ന് കേൾപ്പിക്കാനായിട്ടൊന്നും പറഞ്ഞതല്ല, ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ആലയത്തിന്റെ നിർമ്മാണ കാര്യങ്ങളും എല്ലാം ഒന്ന് വിശദമായി പഠിക്കേണ്ട, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കാണാം ആലയത്തിന്റെ തൂണുകൾ, അതിന്റെ താമ്രച്ചുവട്, വെള്ളിച്ചുവട്, അതിന്റെ ഉപകരണങ്ങൾ, കുറ്റി, കൊളുത്ത്, അതിന്റെ തവികൾ, ചവണകൾ, ചാരം കോരുന്ന പാത്രങ്ങൾ, കിണ്ണങ്ങൾ, തീക്കലശങ്ങൾ എന്ന് വേണ്ട സകലത്തിന്റെ മേലും അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടിരുന്നു. യഹോവയുടെ ശെഖേന ഇറങ്ങി വരുന്ന യഹോവയുടെ ആലയത്തിൽ ഒറ്റ ഉപകരണം അഭിഷേക തൈലം കൂടാത്തതായിട്ടില്ലായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് അപ്പച്ചന്മാര് ഒരു പന്തലിന് കാല് നാട്ടുമ്പോഴും തമ്പേറടിക്കുന്നവൻ പോലും അഭിഷേകം പ്രാപിക്കാത്തവനാണെങ്കിൽ കൊടുക്കുകയല്ല. സ്തോത്രം. ഇന്നിപ്പം ഒരു കൺവെൻഷൻ വേദി ആർക്കും എങ്ങനെയും കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഇന്ന് ശ്രദ്ധിച്ചു നോക്കി അറിയാം. ഒരു വിവാഹ ശുശ്രൂഷ നോക്കിയേ, അത് നിയന്ത്രിക്കുന്നത് ആരാ? ദേവദാസന്മാരാണോ ഫോട്ടോഗ്രാഫേഴ്സ് ആണോ? പറ. ഒരു വിവാഹ ശുശ്രൂഷയുടെ കൺട്രോൾ വീഡിയോക്കാരും ഫോട്ടോഗ്രാഫേഴ്സും ആണോ അതോ ദേവദാസന്മാരാണോ എന്നാ ഞാൻ ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയും പോലൊക്കെ തോന്നും മുഖത്തോട് നോക്കിയിട്ട്. ഇത് പറയാനേ ക്ലാസ് വെച്ച്. സ്വോത്രം. അല്ലാതെ ദൂത് പറഞ്ഞു തുള്ളിക്കാനുള്ള ഉദ്ദേശത്തിലല്ല എന്റെ ഈ ക്ലാസ്. തുള്ളാതിരിക്കുക രണ്ടാമത്തെ കാര്യം.
തുള്ളി തുള്ളി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാ തുള്ളാതിരുന്ന് സ്വർഗത്തിൽ പോകും. സ്വോത്രം. എന്റെ എല്ലാ സബ്ജക്റ്റിനകത്തും ഇനി തുള്ളലിച്ചാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, മര്യാദയ്ക്ക് ജീവിച്ചേച്ച് അങ്ങ് പോകണം എന്നുള്ളത് എന്റെ വിഷയം പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. ആത്മീക ശുശ്രൂഷകൾ ആത്മികനാണ് നിയന്ത്രിക്കേണ്ടത്. പോട്ടെ, അങ്ങനെ ഒത്തിരി അങ്ങ് പോകും. അപ്പൊ ആത്മനിയോഗം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം പ്രാർത്ഥിക്കാനായിട്ട് എങ്ങോട്ട് പോകുന്നു? കിട്ടിയ ഒരു ചാൻസ് ചിന്തയിൽ അവർ ചാടിപ്പോകുന്നു. അങ്ങനെ പറയുന്നവരെല്ലാം അപകടത്തിലാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണേ. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിഞ്ഞുകൂടും. ദൈവം തന്റെ ജനത്തെ നയിക്കാൻ ആക്കി വെച്ച ആളുകളാണ് ജഡ്ജസ്, ന്യായാധിപന്മാർ, നീതിപാലകർ. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ എന്തോ പറ്റുന്നറിയാം, ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു ന്യായാധിപന്മാരായി. നിങ്ങൾ ആ ന്യായാധിപന്മാരുടെ പുസ്തകം സമാധാനത്തോടെ വായിച്ചു നോക്കുമ്പോഴറിയാം, ഇടയ്ക്കിടയ്ക്ക് കാണാം എഴുന്നേറ്റു. കണ്ടോ? അപ്പൊ ദൈവം എഴുന്നേൽപ്പിച്ചവരും ഉണ്ട്, തന്നെ അങ്ങ് എഴുന്നേറ്റവരും ഉണ്ട്. മനസ്സിലായോ? ദൈവാത്മ നിയോഗത്താൽ ന്യായാധിപന്മാരായി എഴുന്നേറ്റവരുമുണ്ട്, അഥവാ ദൈവം എഴുന്നേൽപ്പിച്ചവരുമുണ്ട്. തന്നെത്താൻ ന്യായാധിപന് കളിച്ച് എഴുന്നേറ്റവരും ഉണ്ടെന്നാണ് ഞാനീ പറഞ്ഞത്. അത് വേറൊരു ടോപ്പിക്കാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഇവിടുന്ന് പ്രേരണ ഉള്ളവനും ഇല്ലാത്തവനും നിയോഗം ഉള്ളവരും ഇല്ലാത്തവരും ഏതാണ്ട് വന്നു കയറി ഇവിടെ എന്ത് ചെയ്തു? പ്രാർത്ഥനയായത് അല്ലെങ്കിൽ ഇവർക്ക് സൗഖ്യമൊക്കെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു, ഏതായാലും നമ്മൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയൊക്കെ അനുഭവിക്കല്ലോ, ഒരു സഭയിലല്ലേ, നമുക്കിടെ വേർതിരിവ് എന്തിനാന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധമായി ചുരുക്കി പറഞ്ഞാൽ പുതിയൊരു ജാതി ഉടലെടുത്തു. ആ ജാതിയുടെ പേരാണ് സമരിറ്റൻസ് അഥവാ ശമരിയർ. എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വാക്യസഹിതം പറഞ്ഞത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ശമരിയ എന്ന പേര് വരാൻ കാരണം ആ സ്ഥലം ഒരു മലയുടമ ഷേമറിന്റെ പക്കൽ നിന്നാണ് ഈ സ്ഥലം അവർ വാങ്ങിച്ചത്, വില കൊടുത്ത് വാങ്ങിച്ചു. മല ഉടമസ്ഥന്റെ പേരിനോട് ചേർത്ത് ഷേമർ എന്ന പേരിനോട് ചേർത്ത് അവർ ശമരിയ എന്ന പേരിട്ടു. ആ ദേശത്ത് പാർത്തതിനാൽ പുതിയ ജാതിക്ക് ശമരിയർ എന്നും പേരായി. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഓർപ്പിച്ചു, ഇവരിങ്ങനെ ഈ പ്രവാസത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിനു മുൻപ് അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കാൻ പരമാവധി ദൈവം ഇവരെ എങ്ങനെയെങ്കിലും മടക്കിക്കൊണ്ട് വരാൻ വേണ്ടി ദൈവത്തിന്റെ ദാസനായ ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകന്റെ പേരാണ് ഹോശയ. ഹോശയായെ അവിടെ പറഞ്ഞു വിട്ട് ഇവരുടെ ഈ ഒരു അസീറിലേക്കുള്ള പോക്കെന്ന് ഒഴിവാക്കാൻ ദൈവം തമ്പുരാൻ ശ്രമിച്ചതാ. പക്ഷേ ആ ദൈവശബ്ദത്തിന് മുമ്പാകെ അവർ കീഴ്പ്പെടാതെ വന്നത് നിമിത്തം ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ അവരെ വശീകരിച്ച് മരുഭൂമിയിൽ ചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. പ്രത്യാശയുടെ വാതിലായ താഴ്വരയായ ആഘോർ താഴ്വര ഞാൻ അവർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ? ഈ ദൂതൊക്കെ ഇവരെ അങ്ങോട്ട് വിടാതെ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ നന്നാക്കാൻ പറ്റുമെന്ന് അറിയപ്പെട്ടൊക്കെ നോക്കിയതാ. പക്ഷേ ദൈവഹിതത്തിന് കീഴ്പ്പെടാതെ വന്ന നിമിത്തമായി അവർ അശൂരിലേക്ക് അടിമകളായി പോകുന്നത്. അങ്ങനെയാണ് ഈ പുതിയ ജാതി ഉടലെടുത്തതും ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കെ നാളുകൾ കുറെ കഴിഞ്ഞപ്പോൾ ഈ തെക്കേ രാജ്യമായ യഹൂദയിൽ ആരൊക്കെയുള്ളത്? യഹൂദയും ബെന്യാമിൻ. കുറെ കഴിഞ്ഞപ്പോ ഇവരും ദൈവ വഴിയിൽ നിന്ന് ഡൈവേർട്ട് ആകാൻ തുടങ്ങി. ദേവാലയമുണ്ട്, യാഗങ്ങളുണ്ട്, വഴിപാടുണ്ട്, പെരുന്നാളുകൊണ്ട് എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിലും റൂട്ട് വേറെയാണെന്ന് ദൈവത്തിന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഈ അസീറിയൻ ഇൻവേഷൻ കഴിഞ്ഞുള്ള രണ്ടാമത്തെ പോരിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, അപ്പം അശൂർ രാജ്യമാണല്ലോ ഇസ്രായേലിനെ ആക്രമിച്ചത്. യഹൂദയും ദൈവത്തോട് മറുതലിക്കുന്നു എന്ന് കണ്ടപ്പോ ദൈവം തമ്പുരാൻ ഒരു പണി ചെയ്തു. അശൂറിന് കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് ബാബിലോൺ. കണ്ടോ? ബാബിലോൺ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു നെബൂഖദ്നേസർ. നെബൂഖദ്നേസറാണ് ബാബിലോണിന്റെ ഭരണാധികാരി. ദൈവം തമ്പുരാൻ നെബൂഖദ്നേസറിനെ എഴുന്നേൽപ്പിച്ചു. ബാബിലോൺ സാമ്രാജ്യം വന്നത് എന്നറിയാമോ? അവന്റെ യുദ്ധതന്ത്രം ഒറ്റയടിക്കല്ല, പല സന്ദർഭങ്ങളിലായിട്ടാണ്
ബാബിലോൺ സാമ്രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. BC 606 595 580 പൂർണ്ണമായി. നെബൂഖദ്നേസർ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? യഹൂദയെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ എണ്ണത്തെ പിടിച്ചുകൊണ്ടുപോയി. വിശുദ്ധ ദേവാലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ മൊത്തം കൊണ്ടുപോയി തൂത്തുവാരി എടുത്തുണ്ടെങ്കിൽ. അങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സെരുബാബേൽ, ദാനിയേൽ, പിന്നെ ആരായിരുന്നു? യെഹെസ്കേൽ, ജോഷുവ. ഇവരെല്ലാം എവിടെ ഉണ്ട്? പ്രവാസത്തിലേക്ക് പോയ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ഇപ്പം വഴക്കുണ്ടാക്കി. ഞാൻ ജോഷുവയുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്നില്ലേ? അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോഷുവയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. അത് യോശുവ മരിച്ചല്ലോ. കനാൻ ദേശത്ത് വന്ന് ദേശം ഉപയോഗിച്ച് കൊടുത്തപ്പോഴേ 110 വയസ്സുള്ള യോശുവ മരിച്ചു. ഞാനിപ്പോ പറഞ്ഞു യോശുവ മഹാപുരോഹിതനായ യോശുവയുടെ കാര്യം. ആ ജോഷുവയുടെ കാര്യം പറഞ്ഞു. അവന്റെ വസ്ത്രം മുഴിഞ്ഞിരിക്കുന്ന കരയപ്പുറം നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഇവരെ എല്ലാവരും കൂടെ എങ്ങോട്ട് കൊണ്ടുപോയി? പ്രവാസത്തിലേക്ക് കൊണ്ട്. നെബൂഖദ്നേസർ വന്ന് മുഴുവൻ എണ്ണത്തെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ നടന്ന രണ്ടാമത്തെ പ്രധാന ഇഷ്യൂ ആണ്, ഒന്ന് അശ്ശൂരിന്റെ ഇസ്രയേലിലേക്കുള്ള അധിനിവേശം. രണ്ടാമതായി അവിടെ നടന്ന സംഭവമാണെന്നറിയാമോ? ഇസ്രായേലിന്റെ യഹൂദയുടെയും പ്രാണൻ അവർ കാത്തു സൂക്ഷിച്ച യെരൂശലേം ദേവാലയം തകർത്ത് തരിപ്പണമാക്കി. അവിടെ നടന്ന മുഴുവൻ ആൾക്കാരെ പിടിച്ചെടുക്കും. ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ മുഴുവൻ കൊണ്ടുപോയി. എല്ലാവരും ഇപ്പോൾ എവിടാണ്? ബാബിലോണിൽ പ്രവാസികളായി പാർക്കുന്നത്. രണ്ടാമത്തെ സംഭവം മറക്കരുതേ. അവരങ്ങനെ ബാബിലോൺ, വിശുദ്ധ വേദപുസ്തകത്തിൽ ബാബിലോൺ എന്നോ മെസപ്പൊട്ടോമിയ എന്നോ അല്ലെങ്കിൽ കൽദയ ദേശമെന്നോ ഊരെന്നോ ഒക്കെ കണ്ടാൽ ഒരു സ്ഥലമാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. പലതായിട്ട് കാണരുത്. ഒരേ സ്ഥലത്തിന്റെ പല ഏരിയകളെ കുറിച്ചുള്ള പേരുകൾ പറയുന്ന മാത്രമേ ഉള്ളൂ. ബാബേൽ എന്നോ ബാബിലോൺ എന്നോ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയ എന്നോ കൽദയ ദേശമെന്നോ ഊരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ആ ദേശം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഇറാഖ് എന്ന പേരിലാണ്. ശരിയല്ലേ? ഇറാഖ്. ഇറാഖിനെ കുറിച്ച് വേദോസ്തി പറയുന്നുണ്ടോ? എവിടെ? എടുത്തിട്ടൊന്ന് വായിക്കാമോ? ഇറാഖ് എന്ന പേര് കണ്ടുപിടിക്കാൻ ഇല്ലേ? ഉൽപ്പത്തി പുസ്തകം എടുക്കൂ, 10-ാം അധ്യായം 10-ാമത് വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാമത് വാക്യം. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ, ഏരേക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. മതി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ, അടുത്തത് ഏരക്. കണ്ടോ? ഏരക്. താങ്ക് യു സോ മച്ച്. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് വായിച്ച രണ്ടാമത്തെ പേരെന്താണ്? ഏരക്. കണ്ടോ? ആ ഏരക്കാണ് ഇറാഖ് എന്ന പേരിൽ പിന്നീട് ഫിക്സ് ആയി തീർന്നത്. നിങ്ങൾ പഠനത്തിന് വേണ്ടി ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏരക്, ഇറാഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഈ ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞേക്കാൾ കുറച്ചുകൂടെ നല്ലത് യഹൂദിയ ദേശത്തുള്ള മുഴുവൻ ജനവും ഇപ്പൊ എവിടെ താമസിക്കുക? ബാബിലോണിൽ പ്രവാസികളായി പാർക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 12 ഗോത്രത്തെ തൂത്തുവാരി ഇപ്പൊ ഈ ദേശത്ത് ആര് മാത്രമേ ഉള്ളൂ? ശമര്യര് മാത്രമേ ഉള്ളൂ. പിടിച്ചോണ്ടുപോയി, തെക്കുള്ളവരെയും പിടിച്ചോണ്ടുപോയി. ഏതാണ്ട് സെൻട്രൽ പോർഷനിൽ ആരുണ്ട്? ശമര്യരുണ്ട്. ഞാനിന്ന് ഇതൊക്കെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ കൂടെ നമ്മൾ നടന്നു വരുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ പോർഷൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രതി യോഹന്നാൻ 4-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ ഞാൻ പല പ്രാവശ്യക്കാരി ഓർപ്പിച്ചു, ശമര്യയിൽ കൂടെ പോകാതെ വഴിമാറി പോകുന്ന രംഗമൊക്കെ നമ്മൾ കാണുന്നില്ലേ? ശമര്യർക്ക് യഹൂദർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു എന്ന് പുതിയ മത്തി പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നുകൊണ്ട് നമ്മൾ അറിയണ്ടേ?
അപ്പൊ അതിനെ ഞാൻ ഇത്രയും വിശദമാക്കി പറഞ്ഞു വരും, നിങ്ങൾ അത് വിട്ടുപോകരുത്. ഓക്കെ, ഇപ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേലിലെ മുഴുവൻ ആൾക്കാരും പ്രവാസികളായി എവിടെ പോയി? അശൂറിലേക്ക് പോയി. കുറച്ചുപേരൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ ഒരു പുതിയ ജാതി ഉണ്ടായി. പിന്നാലെയാണ് യഹൂദിലുള്ള മുഴുവൻ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയെന്ന്. അവരെല്ലാം ഇപ്പൊ എവിടെ താമസിക്കുകയാണ്? ബാബിലോണിൽ പ്രവാസികളായി പാർക്കുകയാണ്. ബാബിലോണിൽ പ്രവാസികളായി പാർക്കുമ്പോൾ അവിടെ നിശ്ചയമായിട്ടും അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് വേണമല്ലോ അവർ ജീവിക്കാൻ. അവിടെ ആരെക്കൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. ദാനിയേലുണ്ട്, യെഹെസ്കേലുണ്ട്, പിന്നെ സെരുബാബേലുണ്ട്, ജോഷുവയുണ്ട്, പ്രധാനികൾ, ഇങ്ങനെ ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ നാളുകൾ പലത് കഴിഞ്ഞു. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ യിരെമ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാനിയേൽ ഒരു കാര്യം മനസ്സിലായി. 70 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രവാസകാലം തീരും, സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാൻ പറ്റും എന്നവർക്ക് മനസ്സിലായി. കണ്ടോ? അതറിഞ്ഞപ്പോൾ ദാനിയേലും കൂട്ടൊരു പണി ചെയ്യും. എന്താ കാര്യം? വർഷങ്ങൾ കുറെ അങ്ങ് ആയില്ലേ. ഇവിടെ ചെറുപ്പത്തിൽ ബാബിലോണിൽ ചെന്നതാ. ബാബിലോണിൽ ചെന്നു, അവിടുത്തെ രീതികളായി. അവിടെ ചെന്ന് കഴിഞ്ഞ് ജനിച്ച കുഞ്ഞുങ്ങൾക്കൊന്നും അവരുടെ സ്വന്തം മാതൃഭാഷ എബ്രായ ഭാഷ അറിഞ്ഞുകൂടാ. കൽദായ ഭാഷയാണ് അവർക്ക് അറിയാവുന്നത്. കണ്ടോ? തലമുറയ്ക്ക് വരുന്ന അപാകതകളൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് ക്ലാസ്സിനകത്ത് ബാധകം. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എടുത്ത് പറയുന്നത്. ഇപ്പം 70 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടും, സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാൻ പറ്റും എന്ന കാര്യം യിരെമ്യാ പ്രവചനം വായിച്ചു കൊണ്ടിരുന്ന ദാനിയേലിന് മനസ്സിലായി. ആരെങ്കിലും യിരെമ്യാ പ്രവചനം എടുക്കാമോ? 25-ാം അധ്യായം 12-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായം 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെസ്, ദൈവത്തിന്റെ സന്ദേശമുണ്ട്. 29-ന്റെ 10 കൂടെ വായിച്ചേ. 29:10. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. കണ്ടോ? അപ്പൊ യിരെമ്യാ പ്രവചനം വായിച്ചു കൊണ്ടിരുന്ന ദാനിയേലിന് മനസ്സിലായി 70 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടും, സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാം. ഇവിടെ നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണേ. ഇത് മനസ്സിലായി യിരെമ്യാവും കൂട്ടരും പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു മയമില്ലാത്ത പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുമല്ലോ ശക്തമായി പ്രാർത്ഥിക്കണോ. ഞാൻ പറയുന്നു ശക്തമായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ശ്രദ്ധയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശക്തമായി പ്രാർത്ഥിച്ചെന്നല്ല, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന്. നമുക്ക് ഈ ആവേശം കയറിയുള്ള പ്രാർത്ഥനയാകുമ്പോൾ ശ്രദ്ധയൊന്നും കാണുകയില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയം തന്നെ എന്നാ നമുക്കറിയാൻ വേണ്ടി. ഞാൻ മിനിഞ്ഞാന്ന് ഒരു ലൈവ് കൺവെൻഷൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അങ്ങ് സങ്കടം തോന്നി. ഞാൻ എപ്പോഴും സ്വത്രാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളെ വിളിച്ചു. ദൈവം തമ്പുരാനെ, പുള്ളി ഏതെല്ലാം വിഷയങ്ങൾ പറഞ്ഞ പ്രാർത്ഥിച്ചെന്നറിയാം. പാസ്റ്റർമാരെ കാര്യം അപ്പൊ നിങ്ങൾക്ക് സന്തോഷിക്കാം, ഞങ്ങളുടെ കാര്യമായത്. മിനിഞ്ഞാന്ന് ഒരു ലൈവ് കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ പ്രാർത്ഥന ശക്തമായിട്ടല്ല, ശ്രദ്ധയോടെയാണ്. ദാനിയേലും കൂട്ടരും പ്രാർത്ഥന തുടങ്ങി വളരെ ശ്രദ്ധയോടെ
ഏകാഗ്രതയോടെയുള്ള പ്രാർത്ഥന. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, ദാനിയേലിനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്ന ടൈം ഒന്ന് ശ്രദ്ധിക്കണം. 70 വർഷം ആകാൻ പോകുന്നു. 70 വർഷം കഴിയുമ്പോൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാം. അവർക്ക് ഫ്രീഡം കിട്ടാൻ പോവാ. സ്തോത്രം അല്ലേ? ഒരു എന്താ പറയാ, ഒരു അടിമത്തത്തിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എന്റെ ഒരു സ്നേഹിതനായ ദേവദാസനുണ്ട്, പാസ്റ്റർ ജോസ് പ്രകാശ്. അതായത് നമ്മുടെ കൂടെ ക്ലാസ്സിലുണ്ട്. കഴിഞ്ഞ 5 മാസം അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹം UP-യിൽ ഫത്തേപൂർ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന വളരെ ഡെഡിക്കേറ്റഡായ ഒരു ദേവദാസൻ. അദ്ദേഹത്തെ ഞാൻ പുകഴ്ത്തി പറയുകയല്ല. അദ്ദേഹം പെട്ടെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നു, ദേവദാസനെ എന്റെ നമ്പറെല്ലാം ഡിലീറ്റ് ചെയ്തോ, സംഗതി ആപ്പട കുഴപ്പമോ. 5-6 മാസം ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞങ്ങള് സഹപാഠികളെല്ലാം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് 5 മാസം പുറത്തിറങ്ങാൻ കഴിയാതെ സുവിശേഷം നിമിത്തം ജയിലിലായ ഒരു ദേവദാസൻ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ 5 മാസം കഴിയുമ്പോൾ ബെയിലായെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ എന്ന് പറഞ്ഞതുപോലെ 70 വർഷം തികയാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ദാനിയേലും കൂട്ടരും പ്രാർത്ഥന തുടങ്ങി. ഞാനൊരു കാര്യം പറയാനായിട്ടാ, 70 വർഷം കഴിയുമ്പോൾ അടിമത്വം അവസാനിച്ച് പോകാൻ കഴിയുമെന്ന് യിരെമ്യാ പ്രവാചകൻ നേരത്തെ പ്രവചിച്ച വാഗ്ദത്തം ദാനിയേലിന്റെയും കൂട്ടരുടെയും കയ്യിലുണ്ട്. ലിസൺ മീ കെയർഫുള്ളി. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്ന വിധം ഞാൻ പറയാൻ പോകും. അതിനാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സ്തോത്രം. പ്രവാചകൻ നേരത്തെ ദൂത് പറഞ്ഞിട്ടുണ്ട്, 70 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. ആ തിരുവെഴുത്ത് വായിച്ചുകൊണ്ടിരുന്ന ദാനിയേൽ ഇത് മനസ്സിലായപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 70 വർഷമാകുന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ ഘടികാരത്തിൽ 70 വർഷമാകുമ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം. അത് മനസ്സിലാക്കിയ ദാനിയേലും കൂട്ടരും പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കി. നോക്കൂ, ദാനിയേലിന്റെയും കൂട്ടരുടെയും പ്രാർത്ഥന ഉയരത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഘടികാരത്തിൽ വാഗ്ദത്ത നിവർത്തിയിലേക്ക് തന്റെ ക്ലോക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുക. വല്ലതും മനസ്സിലായോ? ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിയും നമ്മുടെ പ്രാർത്ഥനാ സമയം കൊണ്ട് ഒരുമിച്ച് വരുന്ന സമയത്തിന്റെ പേരാണ് വാഗ്ദത്ത നിവർത്തി. നമ്മൾ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തോടെ സമയമാകുമ്പോൾ അത് നിവർത്തിച്ചോളും. പിന്നെ ദാനിയേൽ അടങ്ങിയിരുന്നാ പോരെ. എന്നാ തലകുത്തി പറഞ്ഞാൽ 7 വർഷം കഴിയുമ്പോ സംഗതി വിടും, ഞങ്ങൾ പോവും, അങ്ങനെ ഇരുന്നാ പോരാ ദാനിയേലിന്. അല്ല, വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്ത നിവർത്തിയുടെ ടൈം അറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കണം. മനസ്സിലായോ? സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയത് അസ്ഥാനത്തല്ല, പ്രോപ്പർ ടൈമില. പ്രൈസ് ദി ലോർഡ്. യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ ആം സീയിങ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കി ടൈം നോക്കണം. ദൈവത്തിന്റെ സമയവും ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ടൈമും ഒരേ ദിശയിൽ ഒരേ പോയിന്റിലേക്ക് വരിക. 2023 അവസാനിക്കുന്നതിന് മുൻപ് ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവർത്തി നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വാഗ്ദത്ത നിവർത്തിയുടെ ടൈമാണെന്ന് അറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടക്കുമ്പോഴാണ് ദൈവശബ്ദവും ദൈവിക നിവർത്തിയും നമുക്കുണ്ടാകുന്നത്. അല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് സമയാവം നിവർത്തിച്ചോളും. ഹൂ കേഴ്സ്? ഇതിൽ പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നുവെച്ചവനെ ദൂത് പറഞ്ഞവനെ കുറ്റം പറഞ്ഞിട്ടും അത് നിവർത്തിക്കാതെ ദൈവത്തോട് പെറുപെടുത്തിട്ടും കാര്യമില്ല. ദൈവത്തിന്റെ ടൈമാണെന്നുള്ളത് ദാനിയേൽ തിരുവെഴുത്തിൽ നിന്നും ഗ്രഹിച്ചു. ദൈവത്തിന് നമ്മളുടെ ഇടപെടലിനെ കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിക്കോണം. സ്തോത്രം. ഞാൻ പറയാം, ദാനിയേലും കൂട്ടരുടെയും പ്രാർത്ഥന അതിശക്തമായി. പക്ഷേ എന്തോ സംഭവിച്ചെന്നറിയാമോ? പ്രാർത്ഥന മുറുകി വന്നപ്പോഴത്തേക്കിനും ബാബിലോൺ ഭരിക്കാൻ പിശാച് വേറൊരാളെ എഴുന്നേൽപ്പിച്ചു. അവന്റെ പേരാണ് ബേൽശസ്സർ. കണ്ടോ? ബേൽശസ്സർ രാജാവിനെ എഴുന്നേൽപ്പിച്ചു. ഇതുപോലെ ക്രൂരനായ ഒരു മനുഷ്യൻ
എന്താ പറയാ, നിഷേധിയായ, ദൈവഭയം തൊട്ടു തീണ്ടാത്ത ബേൽശസ്സർ ഒരു കാരണവശാലും ഇവരെ വിടത്തില്ല. അതാണ് അവരുടെ തീരുമാനം. ഇസ്രായേലിനത്തെ ഒരു കാരണവശാലും വിടത്തില്ല. അതിനവൻ ചെയ്ത പണിയെന്നറിയാമോ? നീയൊക്കെ അവിടെ ചെന്ന് ആലയത്തിനകത്ത് ആരാധന നടത്തുകയും സന്തോഷിക്കുകയും ചെന്നിക്കുന്ന കാണണമെന്ന് പറഞ്ഞു ബേൽശസ്സർ ദൈവാലയത്തിനകത്തെ വിശുദ്ധ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് വന്ന് കള്ളുകുടിക്കാനും ആഭാസത്തിനും മദ്യക്കുപ്പി നിറയ്ക്കാനും ഒക്കെ ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അത് മുഴുവൻ അവൻ അശുദ്ധമാക്കി. മനസ്സിലാകുന്നുണ്ടോ? ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങളെ പുരോഹിതനല്ലാതെ വേറെ ആർക്കും തൊടാൻ അധികാരമില്ല. മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധ ഉപകരണങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഭിഷേകത്താൽ ഒഴിക്കപ്പെട്ട വിശുദ്ധ ഉപകരണങ്ങൾ. ഒന്നല്ല, പല ഉപകരണങ്ങളുണ്ട് ആലയത്തിനകത്ത്. യാഗപീഠം 24 മണിക്കൂറും ചൂള പോലെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. 5 മുഴ സമചതുരത്തിൽ 3 മുഴ ഉയരത്തിൽ 24 മണിക്കൂറും ചൂള പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന താമ്രയാഗപീഠം കണ്ടോ? ആ താമ്രയാഗപീഠത്തിന്റെ 3 മുഴ ഉയരമല്ലേ? അതിന്റെ മേളിൽ താഴേക്ക് 1.5 മുഴം താഴെയാണ് ഒരു വല വെച്ചിരിക്കുന്നത്. ആ വലയിലാണ് മാംസകഷ്ണങ്ങൾ പെറുക്കി വെച്ച് ഇത് കത്തിക്കുന്നത്. ആ വലയ്ക്കകത്തൂടെ മാംസകഷ്ണങ്ങൾ കത്തിക്കരിഞ്ഞ ചാരമായി താഴെ വീഴും. ഉപകരണങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ്. അത് താഴെ വീണ് കഴിയുമ്പോൾ ഒരു കിണ്ണത്തിനകത്ത് ആ ചാരം വാരിയെടുക്കും. ആ ചാരം വാരാൻ വേറെ ഉപകരണമുണ്ട്. ഒരു കിണ്ണത്തിലേക്ക് ഇതാക്കിയതിനു ശേഷം ഈ ചാരം യാഗമൃഗത്തെ കൊണ്ട് വന്ന വ്യക്തി വാതുക്ക നിൽക്കി അവനെ കൊണ്ട് കാണിക്കണം, എന്നിട്ട് അവൻ പോകത്തുള്ളൂ. മനസ്സിലായോ? യാഗമൃഗത്തെ കൊണ്ട് വന്നവൻ പുരോഹിതന്റെ യാഗമൃഗത്തെ കൊടുത്തേച്ച് അവൻ പോവുകയില്ല. അവനെ വാതുക്ക തന്നെ നിൽക്കും. താൻ കൊടുത്ത മൃഗത്തിന്റെ ചാരം പുരോഹിതൻ തിരികെ കൊണ്ട് കണ്ടിട്ട് അവൻ പോകും. ആ ചാരം കാണുമ്പോൾ കൈ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ പുരോഹിതൻ അവനെ അനുഗ്രഹിക്കും. ജനമേ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിനക്ക് സമാധാനം അരുളുമാറാകട്ടെ. അത് കേൾക്കുമ്പോൾ അത് കേട്ട വ്യക്തിയും കൈയുയർത്തി ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് അനുഗ്രഹത്തോടെ പോകും. ചാരം കണ്ടിട്ടേ പോകൂ. യാഗമൃഗത്തെ കൊടുത്തവൻ ചാരം കണ്ടിട്ടേ പോകൂ. ഇനിയിപ്പൊ ചാരം ഉണ്ടാക്കുന്ന ഒരുപാട് സെന്ററുകളുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ മുണ്ടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് ചാരം റെഡി. നിങ്ങൾ ഇവിടെ നോക്കുന്ന വിഷമിക്കൊന്നും വേണ്ട. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടയാളികൾ ചാരം ഉണ്ടാക്കാൻ റെഡിയായിട്ടിരിക്കും. സ്വോത്രം. എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ വിഷയം പറയാണ്ട് കാശും കൊടുക്കുക, തിരിച്ചു വരുമ്പോൾ ചാരം മേടിച്ചുകൊണ്ട് പോവുക. അങ്ങനല്ല വേദവസത്തിന്റെ ഇടപാട്. സ്വോത്രം. ദൈവത്തിൽ ഇരുന്ന ചാരം കണ്ടേച്ച് എഴുന്നേക്കാവും. മതി. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച ക്ലാസ്സിന് കണ്ടില്ലെങ്കിൽ നടത്തിപ്പുകാരനായ ദേവദാസൻ കുഴയും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് വിടുക. എനിക്ക് വേദവസ്ഥായിട്ട് ഒക്കാത്ത കാര്യം വരുമ്പോൾ എന്റെ ടോൺ അങ്ങ് മാറും. അപ്പൊ പിന്നെ ചിലപ്പം എന്റെ കൺട്രോൾ കിട്ടാതെ വരും എന്നുള്ളത് കൊണ്ട് ആ രോഷം ഞാൻ എന്റെ ഹൃദയത്തിൽ അങ്ങ് അടക്കിക്കോളാം. നിങ്ങൾ അതിനകത്ത് വിഷമിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഉപകരണങ്ങൾ ഓരോന്നും ചെറുത് മുതൽ അതിവിശാലത്തെ സംഗതി വരെ ഉണ്ടെന്നുള്ള ഞാൻ ഈ പറഞ്ഞു വന്നത് ഉണ്ടോ? അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇടതുവശത്ത് യാഗപീഠം കഴിഞ്ഞ് മുമ്പോട്ട് താമ്രത്തുട്ടി ദർപ്പണം കൊണ്ടുണ്ടാക്കിയതാ. കണ്ണാടി കൊണ്ടുണ്ടാക്കിയതാണ്. ദർപ്പണം കൊണ്ടുണ്ടാക്കിയത്. അത് കണ്ണാടി കൊണ്ടുണ്ടാക്കിയ നാറമുള കണ്ണാടി പോലെ ലോഹം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ. ആലയത്തിനകത്ത് സകല ഉപകരണത്തിന്റെ അളവ് പറയുമ്പോൾ അളവ് പറയാത്ത ഒറ്റ ഉപകരണമേ ഉള്ളത് താമ്രത്തൊട്ടിയാ. അതെന്താ? ശുദ്ധീകരണത്തിന് മാത്രം അളവ് പറയാൻ ഒക്കിയാൽ ഇത്രയും മതി എന്ന് പറഞ്ഞ് ആരും സംതൃപ്തിപ്പെടണ്ട. അതുകൊണ്ട് പുരോഹിതന് യാഗപീഠത്തിന്റെ അവിടുന്ന് താമ്രത്തുള്ളിക്ക് വരുമ്പോൾ ഇത് കണ്ണാടി പോലെ ആയത് കാരണം ഉണ്ടല്ലോ, തന്നെത്താൻ മുഴുവൻ കാണാം. മനസ്സിലാകുന്നു? സ്വോത്രം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ താമ്രത്തൊട്ടിയോട് അടുക്കും തോറും പുരോഹിതനുള്ള അപാകതൽ മുഴുവൻ തെളിഞ്ഞു കാണാം. ഞാൻ ഉദാഹരണം പറയാം. എന്റെ ഇവിടെ ചെറിയൊരു മറിവുണ്ട്. ഇങ്ങനെ നോക്ക്, നിങ്ങൾക്ക് അറിയത്തില്ല. ഒന്ന് അടുത്ത് കാണെങ്കിൽ കാണാം ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ ഈ മുഖത്തെ ചെറിയ മറി നിങ്ങൾ കാണുന്നില്ല.
പക്ഷെ അടുത്ത് വരുമ്പോൾ വ്യക്തമായി കാണുന്നത് പോലെ വചനത്തോട് അകന്നു നിൽക്കുമ്പോൾ നമ്മിലുള്ള അപാകത നമുക്ക് അറിഞ്ഞുകൂടാ. വചനത്തോട് അടുക്കും തോറും നമ്മളുടെ കുറവുകൾ തെളിഞ്ഞു വരും. അത് തെളിയണം, അത് പറയണം. സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിക്കും, പിടിപ്പിക്കും. വാലില തലയാക്കെന്ന് മാത്രം പറയുന്നല്ല വചന ശുശ്രൂഷ. പാലും തലയൊക്കെ ആയിക്കോട്ടെ. സ്തോത്രം. നമ്മുടെ എല്ലാം പോക്ക് വല്ലാത്ത രീതിയിൽ എനിക്കത് കാണുമ്പോൾ സങ്കടം തോന്നാറ്. സ്തോത്രം. യാക്കോബിന്റെ രീതിയാണ് ചിലപ്പോൾ നമുക്ക്. യാക്കോബ് പറയാണ്, ഞാൻ പോകുന്ന ഈ യാത്രയിൽ നീ എന്നോട് കൂടെ ഇരിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തന്നു എന്നെ എന്റെ അപ്പന്റെ വിളിക്ക് സൗഖ്യത്തോട് മടക്കി വരുത്തുകയും ചെയ്താൽ ഞാൻ ഈ കല്ലാലയമാക്കി നിന്നെ ആരാധിക്കാം. ഈ പറഞ്ഞ കാര്യം എല്ലാം തരികയാണെങ്കിൽ ഞാനൊരു സ്തോത്രം പറയാം. കണ്ട എങ്ങനെയുണ്ട്? പുള്ളി പറയാ, വഴിയാരുടെയാ? പുള്ളിയുടെയാ. ഞാൻ പോകുന്ന ഈ വഴി നീ എന്റെ കൂടെ ഇരിക്കണം. അല്ല, നിന്റെ വഴിയാ ഞാൻ വരാമെന്നല്ല യാക്കോബ് പറഞ്ഞാണോ? ഞാൻ പോകുന്ന ഈ വഴി നീ എന്നോട് കൂടെ ഇരിക്കണം. എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, ധരിപ്പാൻ വസ്ത്രം തരണം, എന്നെ അപ്പന്റെ വിളിക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയാണെങ്കിൽ. ഈ അത് കേട്ടപ്പോ തമ്പുരാൻ പേടിച്ച് നിൽക്കുകയല്ലേ. ചിലരുടെ തീരുമാനമൊക്കെ കേട്ടാണല്ലോ, അത് ചെയ്തില്ലെങ്കിൽ തമ്പുരാൻ എന്തോ അപകടം വരാൻ പോകാൻ തോന്നും ദൈവത്തിന്. അതുപോലെ നമ്മുടെ തീരുമാനം ഇങ്ങനെയൊക്കെ ഇതെല്ലാം തരികയാണെങ്കിൽ ആരാധിക്കാവുന്ന യാക്കോബ് പറഞ്ഞു. പക്ഷെ ഹബക്കൂക്ക് പറയണേ, അത്തിവൃക്ഷം വാടിയാലും മുന്തിരിയിൻ വള്ളിയും ഒന്നും നൽകാതിരുന്നാലും ഞാൻ കർത്താവിൽ പുകഴും. ഹബക്കൂക്ക് പറയാ, ഗോശാലയിൽ കന്നുകാലികൾ കാണുകയില്ല, തൊഴുത്തിൽ ആടുമാടുകൾ കാണുകയില്ല, അത്തിവൃക്ഷം ഫലം തരികയില്ല, മുന്തിരിവള്ളി ഫലം കാണുകയില്ല. എങ്ങനെയുമായിക്കോട്ടെ, ഇതൊന്നുമില്ലെങ്കിലും ഞാൻ കർത്താവിൽ പുകഴും. കണ്ടോ, യാക്കോബ് പറഞ്ഞു എല്ലാം കിട്ടിയ ആരാധിക്കാണ്. ഇവിടെ വേറൊരാള് പറഞ്ഞു ഒന്നുമില്ലേലും ആരാധിക്കാണ്. അപ്പൊ ഇയ്യോബ് പറയാണ്, എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും ആണ്ടെ ഒരുത്തൻ കാത്തിരിക്കുന്നു. സ്തോത്രം. കണ്ടോ? അന്നേരം നമ്മൾ പറയും ഇന്നത്തെ ആരാധന ഒരു വിടുതൽ തന്നെ കിട്ടണമെന്ന്. സ്തോത്രം. വലിയ വിടുതലായിരിക്കണം ഇന്നത്തെ ആരാധന. കിട്ടിയില്ലെങ്കിലോ നീ ആരാധിക്കുകയല്ലേ? എടാ, വിടുതൽ കിട്ടാനുള്ള ഷോർട്ട് കട്ട് സൂത്രമാണോ ആരാധന? എന്തോന്നാ ധരിച്ചു വെച്ചേക്കുന്നത്? ഇയ്യോബ് പറയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ഇയ്യോബിന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കി. ഇതൊന്നും എന്റേതല്ലല്ലോ. ആലയത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ വഴിവിട്ടു പോവുകയല്ല. ഇയ്യോബ് പറയും ഇതൊന്നും എന്റേതല്ലല്ലോ. യഹോവ തന്നു, യഹോവ എടുത്തു, അവരെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് ഒരു ചോദ്യം ചോദിച്ചു, നഗ്നനായിട്ട് ഞാൻ വന്നു, നഗ്നത്തിന് ഞാൻ മടങ്ങിപ്പോവും. എന്നാ പ്രഖ്യാപനമാണത്! എന്താ അതിന്റെ അർത്ഥം? നഗ്നനായിട്ട് വന്നു, നഗ്നനായിട്ട് ഞാൻ മടങ്ങിപ്പോന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ ചിന്ത ആശുപത്രിയിൽ കിട്ടിയപ്പോ അമ്മയുടെ ഉദരത്തിഞ്ഞിട്ട് വന്നപ്പോ നഗ്നനായിട്ടാണല്ലോ വന്നത്. പോകുമ്പോഴതുപോലെ തന്നെ പുതിയുണ്ടങ്ങ് പോവുക. അതല്ല പറഞ്ഞത്. ഇവിടാണ് വേദവസത്തിന്റെ ഇറ്റേണൽ ഡിഫറൻറ്റ് നമ്മൾ അറിയേണ്ടത്. ഇയ്യോബ് പറഞ്ഞത് അതല്ല. നഗ്നനായിട്ട് വന്നു, നഗ്നനായിട്ട് പോകുന്നു പറഞ്ഞാൽ തുണിയില്ലാതെ വന്നു, തുണിയില്ലാതെ പോകുന്നല്ല അതിനർത്ഥം. ഇയ്യോബ് ചോദ്യം അറിയാമോ? നഗ്നനായിട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ലോകത്തിൻ്റെതൊന്നും എന്നിലില്ലായിരുന്നു. തിരിച്ചു പോകുമ്പോഴും ലോകത്തിൻ്റെതൊന്നും എന്നിൽ പറ്റിപ്പിടിച്ചിട്ടില്ല. തൻ്റെ ഇടമുണ്ടോ? ലോകത്തിൻ്റെത് എന്തെങ്കിലും എന്നിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട് കാണിക്കാൻ തൻ്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അല്ലാതെ തുണിയില്ലാതെ വന്ന് തുണിയില്ലാതെ പോകുന്നല്ല എന്നർത്ഥം. അങ്ങോട്ട് വന്നപ്പോഴെങ്ങനാണോ അതുപോലെ ഞാൻ ഈ ലോകത്തിൻ്റെതൊന്നും എന്നിൽ പറ്റിപ്പിടിച്ചിട്ടില്ല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ഇടയ്ക്ക് നിങ്ങൾക്കൊരു സന്തോഷവും ഒരു ബലം കൂടെ ആയിക്കോട്ടെ എന്നോർത്ത വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ ഇതും കൂടെ ചേർത്ത് ഞാനിങ്ങ് പറഞ്ഞല്ലോ. ട്രാക്ക് വിട്ടുപോയതല്ല ഞാൻ. കണ്ടോ? അപ്പൊ താമരത്തൊട്ടി അളവ് അങ്ങനെ. ഇത് രണ്ടും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധവും ആലയത്തിലുള്ള ഉപകരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറന്നു പോകരുത്. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കിയാൽ കാണാം ഒരു താലന്ത് തനി തങ്കം കൊണ്ടുണ്ടാക്കിയ നിലവിളക്കിരിക്കും.
നിലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിലവിളക്കെന്നും, കവരങ്ങൾ ഉള്ളത് കൊണ്ട് കവരവിളക്കെന്നും, തങ്കം കൊണ്ട് നിർമ്മിച്ചിരിക്കുക തങ്കവിളക്കെന്നും അതിന് പേരുണ്ട്. കണ്ടോ? തങ്ക നിലവിളക്കുന്ന എനിക്ക് പറയാൻ ഇഷ്ടം. സ്തോത്രം. ഒരു താലന്ത തനി തങ്ങ് പറഞ്ഞാൽ ഒരൊറ്റ തങ്കത്തിന്റെ കഷ്ണം കൊണ്ട് അടിച്ചു രൂപപ്പെടുത്തുക, അല്ലാതെ പല പാർട്സ് ആക്കിയിട്ട് പിരിച്ചു കയറ്റി വെച്ചേക്കുകയല്ല. മനസ്സിലായോ? ഒരു തനി താലന്ത് തങ്കം ഒരു കഷ്ണം ബസലേലും ഒഹോലിയാവും കൂടെ ചേർന്ന്, അവരെയാണ് ദൈവം ജ്ഞാനാത്മാവിനാൽ നിറച്ചത്. അവരാണ് അടിച്ച് പരുത്തി രൂപപ്പെടുത്തി അതിന്റെ മുട്ടും കുമിളും എല്ലാം ചേർത്ത് പുഷ്പപുടങ്ങളും ബദാം പുഷ്പത്തിന്റെ പുടങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ? 7 ശാഖകളായി പിരിഞ്ഞു നിൽക്കുന്ന കവരവിളക്ക്, 2 സെല്ലിക്ക് 3 എണ്ണം, സെന്ററിൽ 1, ടോട്ടൽ 7 ശാഖകൾ ഇങ്ങനെ നിൽക്കുക. കണ്ടോ? അതിനകത്താണ് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ആ തീ അണഞ്ഞു പോകാൻ പാടില്ല. നമ്മളെ വെള്ളിയാഴ്ച ഒന്ന് അനക്കിയ പിന്നെ ഞായറാഴ്ച ഒന്ന് കത്തിച്ചെടുക്കണമെങ്കിൽ വരുന്ന ബെത്തപ്പാട്, ആദ്യത്തെ പാട്ടിനകത്ത് അനക്കില്ലെങ്കിൽ പിന്നെ കീബോർഡിനെ കൈ കാണിച്ച് സ്പീഡ് കൂട്ടിച്ചോളാൻ. കാരണം വെള്ളിയാഴ്ച കത്തിയത് പിന്നെ ചാരമായിട്ട് ഇരിക്കുക, പിന്നെ ഊതി തെളിയിച്ചെടുക്കണ്ടേ. ചൊവ്വിന് കത്തിയതാണെങ്കിൽ ഒന്ന് കത്തിയാൽ മതി, അത് നിരന്തരം കത്തിക്കോളും. മനസ്സിലായി? പിന്നെ നമ്മൾ ഈ പറഞ്ഞോണ്ട് തീ കത്തിക്ക എനിക്കുള്ള സകലത്തെയും തീ കത്തിക്കാൻ നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയല്ലേ. സ്തോത്രം. പറയുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒറിജിനൽ ആണെങ്കിൽ ഒരിക്കൽ കത്തിയാൽ മതി, നിന്ന് കത്തും. ആ തീ കെട്ടുപോകാൻ പാടില്ല. പുരോഹിതൻ രാവിലെയും വൈകുന്നേരവും നോക്കി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചതിനെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഇടതുവശത്ത്. വലതുവശത്ത് കാഴ്ചയപ്പത്തിന്റെ മേശ. 12 അപ്പം, 6 എണ്ണം വീതം 2 നിരയായി അടുക്കി വെച്ചിരിക്കുന്ന നല്ല ചൂടുള്ള അപ്പം. മനസ്സിലാവുന്നുണ്ടോ? ചൂടുള്ള അപ്പമോ. അത് ശബത്ത് തോറും പുരോഹിതൻ മാറ്റി പുതിയ ചൂടുള്ള അപ്പം വെക്കണം. 12 അപ്പം 6 എണ്ണം വീതം നിരനിരയായിട്ട് 2 നിരയായിട്ട് അടുക്കി വെച്ചിരിക്കല്ലേ. അതിന് മേളിൽ കുന്തുരുക്കം വെച്ചിട്ടുണ്ട്. ശബത്ത് തോറും ഈ അപ്പം മാറ്റിയിട്ട് പുതിയ അപ്പം വെക്കും. പുതിയ അപ്പം വെക്കുമ്പോൾ നേരത്തെ ഇരുന്ന അപ്പം പുരോഹിതന്റെ അവകാശമാണ്, പുരോഹിതൻ അത് കഴിക്കാം. അത് പുരോഹിതന് മാത്രമുള്ളതാ, വേറെ ആർക്കും അത് കഴിക്കാൻ പറ്റുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, വഴിയെ പോകുന്നു കുന്നും കൊണ്ട് തിരുമേശ കൊടുക്കുന്നു. സ്തോത്രം. ഞാൻ പിന്നെ പറഞ്ഞോളാം. പുരോഹിതന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ അപ്പം. അതും തങ്കം കൊണ്ട് നിർമ്മിച്ചാണ് ആ മേശ. ഇത് രണ്ടും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ധൂപപീഠം കാണുന്നത്. ധൂപപീഠം. ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ധൂപപീഠം. ആ ധൂപപീഠം വിശുദ്ധ മന്ദിരത്തിലെ ഉയരം കൂടിയ ഉപകരണമാണ്. ആ ധൂപപീഠത്തിന്റെ മേലാണ് ധൂപകലശം. ആ ധൂപകലശത്തിനകത്ത് 5 കൂട്ടം സാധനങ്ങൾ, നർമ്മശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി, ഉപ്പ് എന്നീ 5 കൂട്ടം സാധനങ്ങൾ ഇട്ട് തൈലക്കാരന്റെ വിദ്യപ്രകാരം ഒരുക്കിയെടുക്കണം. അക്കോർഡിംഗ് ദ സിസ്റ്റം ഓഫ് ദി അപ്പോത്തിക്കരി. കണ്ടോ? നർമ്മശ, ഗുൽഗുലു, ഹൽബാന പശ, നിർമ്മല സാമ്പ്രാണി, ഉപ്പ്, ഈ 5 കൂട്ടം സാധനം ഒരേ അളവിലെടുത്ത് എല്ലാം ഒരേ അളവിലായിരിക്കണം. അത് ഈ ധൂപകലശത്തിനകത്തിട്ട് ആ ധൂപപീഠത്തിന്മേലാണ് ആ ധൂപം കാട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ധൂപപീഠത്തിന്മേൽ ഇത് 5 ഒരുമിച്ച് കത്തിക്കുക. എന്റെ ചോദ്യം, എന്നെ ശ്രദ്ധിക്കണേ. വിശുദ്ധ മന്ദിരത്തിനകത്ത് ധൂപപീഠത്തിന്മേൽ ഈ ധൂപകലശത്തിനകത്തിട്ടിരിക്കുന്ന 5 കൂട്ടം സാധനങ്ങൾ, നർമ്മശ, ഹൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി, ഉപ്പ്, 5 കൂട്ടം സാധനങ്ങൾ ഒരേ അളവിലെടുത്ത് ഇടിച്ച് രൂപപ്പെടുത്തി ധൂപവർഗമാക്കിയതിനു ശേഷം ധൂപകലശത്തിനകത്ത് കത്തിക്കണം. കത്തിക്കണമെങ്കിൽ തീ എവിടുന്ന? അത് പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിലെ തീക്കനൽ കൊണ്ടുവന്ന് വേണം ഇത് കത്തിക്കാൻ. ക്ലിയർ ആകുന്നുണ്ടോ? യാഗപീഠത്തിലെ തീക്കനല് കൊണ്ട് വേണം ഇവിടെ കത്തിക്കാൻ. യാഗപീഠം എന്തിനു? യാഗപീഠത്തിലാണല്ലോ ജനം പാപത്തിന്റെ പരിഹാരം. പശുക്കിടാവോ, കാളക്കിടാവോ, ആട്ടുകൊച്ചിനോ, ചെമ്മരിയാടോ, കോലാടോ, കുറുമ്പ്രാവോ കൊണ്ടുവന്ന് പുരോഹിതന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിന്റെ കഴുത്തരച്ച് അതിന്റെ യാഗത്തിന്മേൽ വെച്ച് പാപം പരിഹരിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ വന്നവൻ മടങ്ങിപ്പോകുന്നത്. ഈ യാഗപീഠം പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന, ആറ്റുകൊറ്റന്റെ കഴുത്തറുക്കപ്പെടുന്ന
കുഞ്ഞാടിന്റെ ക്രൂശിന് നിഴലാണ് ഈ യാഗപീഠം. മനസ്സിലാകുന്നുണ്ടോ? യാഗപീഠം എന്തിന് നിഴലാണ്? ക്രൂശിന് നിഴലാണ്. ഇനി നിങ്ങൾ എന്റെ കൂടെ വരണം. അകത്ത് ധൂപകലശത്തിനകത്ത് ധൂപമൃഗമിട്ട് കത്തിക്കാൻ തീക്കരൽ എവിടുന്ന് കൊണ്ടുവരണം? യാഗപീഠത്തിന്ന് കൊണ്ടുവരണം. മനസ്സിലാകുന്നുണ്ടോ? ആ, യാഗപീഠത്തിലെ കനൽ കൊണ്ടുവന്നാണ് ധൂപവർഗം കത്തിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ക്രൂശ് ഇല്ലാതുള്ള ഒരു കത്തലും കത്തലാന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഏതെങ്കിലും പ്രസംഗത്തിൽ ക്രൂശ് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർക്ക് ആവേശം കയറി കണ്ടിട്ടുണ്ടോ? ഒരെണ്ണത്തിനും ആവേശമില്ലല്ലോ. അതിന് പകരം ഈ ദിവസങ്ങളിലെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി, ഇപ്പോൾ ഉള്ളതിനെ മാറ്റി, ഇപ്പോൾ ഉള്ള വീട് പൊളിച്ചതിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ തമ്പുരാൻ നിനക്ക് വേണ്ടി പുതിയ അളന്ന് മാറ്റി എന്ന് പറയുമ്പോൾ പടപടാന്ന് കൈയടിക്കും. ക്രൂശ് പറയുമ്പോൾ ചുമ്മായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ, ഞാൻ പറയട്ടെ, അകത്തൊരു കത്തൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ക്രൂശ് നിമിത്തമായിരിക്കണം കത്തൽ ഉണ്ടാകുന്നത്. അല്ലാത്ത കത്തലൊന്നും കത്തലല്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അല്ലാത്ത കത്തലൊന്നും കത്തലല്ലാത്തത് കൊണ്ടാണ് മലാക്കി പ്രവചനം ദൈവം തമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിലേലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ പോയി പറയും? സ്തോത്രം. ആ, അതിന്റെ മലാക്കി പ്രവചനം എടുത്തോ, 1-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാമോ? മലാക്കി പ്രവചനം 1:10. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് എന്റെ ആലയത്തിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിലൊന്ന് അടച്ചാൽ കൊള്ളായിരുന്നു. അത് ആ ടൂണി വായിച്ചാലേ എഫക്റ്റ് കിട്ടുള്ളേ. എന്റെ ആലയത്തിൽ ഈ അന്യാഗ്നി കത്തിക്കാതിരിക്കേണ്ടതിന് ആരെങ്കിലും ചെന്ന ആലയത്തിന്റെ വാതിലൊന്ന് അടച്ചെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം തമ്പുരാൻ പറയാ, ഇന്നിപ്പോ എതിരെ പോയാലും തീയാണ്. സ്തോത്രം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? തീ കാരണം മുന്നോട്ട് ഇറങ്ങാൻ വരും. കൃപയാൽ അവിടുത്തെ സൂചാഴിയാവില്ല, അങ്ങനെ ഗുണവും. എല്ലാം തീയ, മുഴുവൻ കത്തിക്കുക. എനിക്കറിയാമല്ലോ എന്നാ കത്തിക്കുന്നത്, എന്തോ എടുത്തിട്ടാ കത്തിക്കുന്നത്. ഈ അജ്ഞാഗ്നി കണ്ടിട്ട് തമ്പുരാൻ ചോദിക്കുക, ആരെങ്കിലും ആലയത്തിന്റെ വാതിലും അടച്ചാൽ മതിയായിരുന്നു. ദൈവം തമ്പുരാൻ ഈ തീയുടെ കാര്യമെല്ലാം കാണുമ്പോൾ ആരെങ്കിലും ചെന്ന വാതിൽ അടച്ചാൽ കൊള്ളാറുന്ന ദൈവത്തിന്റെ പ്ലാൻ. ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങളെ മലിനമാക്കരുത്. ബേൽശസ്സർ അത് ചെയ്തു. കണ്ടോ? ഞാനൊരു കാര്യം പറയാനായിട്ടാണ്. എല്ലാം 5-6 മിനിറ്റ് ഉണ്ടല്ലോ. ഈ ധൂപകലശത്തിന്റെ മേൽ ഈ 5 എണ്ണം ഒരേ അളവിൽ ഇരുന്നങ്ങ് കത്തുക. ഈ ധൂപകലശത്തിനകത്ത് ഇങ്ങനെ നീറിപ്പുകഞ്ഞ് അല്ലാതെ വലിയ ഫ്ലെയിം ഒന്നും ഉണ്ടാകുകയല്ല. ഈ കനലിട്ട് കഴിയുമ്പോൾ ഇതങ്ങ് പുകയും, നീറിപ്പുകഞ്ഞ് ഈ പുക ഇങ്ങനെ മേൽപോട്ട് ഉയരുക ധൂപപീഠത്തിൽ നിന്നും. ധൂപപീഠത്തിന് ഈ പുക ഇങ്ങനെ മേൽപോട്ട് ഉയർന്ന് അങ്ങ് മേലോട്ട് ചെല്ലുമ്പോൾ യഹോവയായ ദൈവം ഇതിന്റെ സൗരഭ്യവാസന, അതിന്റെ അരോമ, സൗരഭ്യവാസന ദൈവം ആസ്വദിക്കും. ആ സുഗന്ധം കിട്ടിക്കഴിയുമ്പോ പിന്നെ ദൈവത്തിന് അവിടെ ഇരിക്കാൻ ഒക്കുകയല്ല. തമ്പുരാൻ നേരെ താഴേക്ക് ഇറങ്ങുക. പക്ഷെ ധൂപപീഠത്തിന്മാരല്ല ദൈവസാന്നിധ്യം ഇറങ്ങുന്നത്, തിരശ്ശീലയ്ക്കകത്തുള്ള കൃപാസനം. നിയമപ്പെട്ടകത്തിന്റെ മീതെയാണ് കൃപാസനം. നിയമപ്പെട്ടകത്തിന്റെ അകത്ത് 3 ഉപകരണങ്ങളുണ്ട്. ഏതൊക്കെ? തളുത്ത വടി, മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, ഇതിന്റെ കൽപ്പലക. ഇത് 3 ഈ പെട്ടിക്കകത്തിരിക്കുക. അതിന്റെ മൂടി അടപ്പ്, ആ അടപ്പിന് 2 കെറുബുകൾ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന, മുഖത്തോട് മുഖം നോക്കുന്ന 2 കെറുബുകൾ ഇങ്ങനെ ഇരിക്കുന്നു. അതിന്റെ നടുവിൽ ഇവിടുന്ന് ഈ ധൂപപീഠത്തിൽ നിന്നും പുക മേൽപോട്ട് ഉയർന്ന യഹോവയായ ദൈവം അതിന്റെ സൗരഭ്യവാസന ആസ്വദിക്കുമ്പോൾ ശെഖേന താഴേക്ക് ഇറങ്ങുന്നു. മനസ്സിലായോ? ദൈവത്തിന്റെ തേജസ് ശെഖേന ഇറങ്ങിയ. പക്ഷെ ധൂപപീഠത്തിൽ നിന്നാണ് പുക പൊങ്ങിയതെങ്കിലും തേജസ് ഇറങ്ങുന്നത്, ശെഖേന ഇറങ്ങുന്ന ധൂപപീഠത്തിന് മേലല്ല, കൃപാസനത്തിന്റെ മേലാണ്. മനസ്സിലാകുന്നു? കണ്ടോ?
ധൂപപീഠത്തിൽ നിന്നാണ് ഈ പുക മേൽപോട്ട് പോയത്. പക്ഷെ ശെഖേന ഇറങ്ങിയത് എവിടാണ്? അകത്ത് അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിന് മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ 5 കൂട്ട സാധനങ്ങൾ ധൂപകലശത്തിനകത്ത് നിന്ന് നീറിപ്പുകഞ്ഞ് അതിന്റെ പുകമേൽ പൂട്ടുയർന്ന് അതിന്റെ സൗരഭ്യവാസന ദൈവം ആസ്വദിച്ചപ്പോൾ 141 സംഘത്തിന് 1-2 വാക്യങ്ങൾ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. വെളിപ്പാട് 5-ാം 10-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം കണ്ടോ. രണ്ടിടത്തും പ്രാർത്ഥനയാണ് ധൂപവർഗം എന്നുള്ളത് പിടികിട്ടി. നമ്മുടെ പ്രാർത്ഥനയുടെ സൗരഭ്യവാസന മേൽപോട്ടുയർന്ന പ്രാർത്ഥനയുടെ സൗരഭ്യവാസന യഹോവയായ ദൈവം ആസ്വദിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം പറയാം. എനിക്ക് ദൂത് പറയാണ് ഇങ്ങനെ പറഞ്ഞാൽ ഒപ്പുള്ളൂ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്റെ പ്രവചനം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ദൂത് തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ ആകാശം ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് തെറ്റ് സംഭവിക്കില്ല. മനസ്സിലായോ? ആകാശം ഭൂമി മാറിപ്പോയാലും വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് വചനത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയാം. ഈ 5 കൂട്ട സാധനങ്ങൾ നീറിപ്പുകഞ്ഞ് അതിന്റെ പുക മേൽപോട്ടുയർന്ന് യഹോവയായ ദൈവത്തിന്റെ സൗരഭ്യവാസന ആസ്വദിച്ചതുപോലെ നാളുകളായി പല വിഷയത്തിൽ നീറിപ്പുകഞ്ഞ് ദൈവസനിൽ മുഴങ്കാലുകൾ മടക്കി ഹൃദയം തകർന്ന് നീറിപ്പുകഞ്ഞിരിക്കുന്ന പലരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോടായി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എവിടെ ഇരുന്നാണോ നീറിപ്പുകയുന്നത്, ഏത് മുറിക്കകത്തിരുന്നാണോ നീറിപ്പുകയുന്നത്, ഏത് വിഷയത്തിന്റെ മേലാണോ നീറിപ്പുകയുന്നത്, അതിന്റെ സൗരഭ്യവാസന ദൈവം ആസ്വദിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ ശെഖേന ഇറങ്ങും. അത് നീ ഇരിക്കുന്ന പ്രാർത്ഥനാ മുറിയിലല്ല, മറിച്ച് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ ലക്ഷ്യം എവിടെയാണോ, അത് കിലോമീറ്ററുകൾക്ക് അകലെയായിരുന്നാലും മൈലുകൾക്കപ്പുറത്തായിരുന്നാലും കടലിനപ്പുറത്തായിരുന്നാലും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങേണ്ട ഇടത്ത് ദൈവത്തിന്റെ ശെഖേന ഇറങ്ങുന്നു. Praise the Lord. മനസ്സിലായോ? ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? ഇത്രയും ശ്രേഷ്ഠമായ ഉപകരണങ്ങളെ ഒക്കെയാണ് ഈ ബേൽശസ്സർ നശിപ്പിച്ചത്. അത് പറയാൻ ഞാൻ വഴിവിട്ടു പോയതല്ല. വെറുതെ ആലയത്തിന്റെ ഉപകരണങ്ങൾ നശിപ്പിച്ചെന്ന് പറയുമ്പോൾ കപ്പ് സോസർ എടുത്തുകൊണ്ട് പോയെന്ന് മാത്രം നിങ്ങളുടെ മനസ്സിൽ വരരുത്. അതിനാ അവൻ ആലയത്തിൽ എല്ലാം നശിപ്പിച്ച് ആലയം തന്നെ തകർത്ത് കളഞ്ഞു. അപ്പൊ പിന്നെ ഉപകരണത്തിന്റെ കാര്യം പറയണം. കണ്ടോ? സ്തോത്രം. ഇന്നത്തെ ആത്മലോകത്തെ നോക്കി ഈ വചനമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിയിട്ട് പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മുടക്കം നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങളെല്ലാം ബേൽശസ്സർ കൊണ്ടുപോയി അതിനകത്ത് കള്ളും കുടിച്ച് വെള്ളം ഓടിച്ച് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ 105-ാം സങ്കീർത്തനത്തിൽ ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അഭിഷിക്തനെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് യാതൊരു ദോഷവും വരുത്തരുത്. ആ വചനത്തിന്റെ വിരുദ്ധമായിട്ടാണ് എന്ത് ചെയ്തത് ബേൽശസ്സർ. പക്ഷെ അന്നേരമാണ് രണ്ടുപേരും കൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, ദാനിയേലും കൂട്ടരും. അവിടെ പ്രാർത്ഥന അസ്ഥാനത്തായില്ല. ഒരു ഭാഗത്ത് ബേൽശസ്സർ ഇവരെ വിടാതെ എങ്ങനെയും തടയാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ദാനിയേലും കൂട്ടരുടെ പ്രാർത്ഥന വളരെ ഭംഗിയാവണ്ണം നടന്നു. പ്രാർത്ഥനയുടെ ടൈം കൃത്യമായിരുന്നു കൊണ്ട് അത്ഭുതകരമായി ദൈവം അവരെ വിടുവിച്ചു. രണ്ടാമത്തെ കാര്യം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്തെ കാര്യം മറക്കരുത്, അശൂർ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കി അവിടെ ഉള്ളവരെ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അവിടുന്ന് കുറച്ചുപേര് തിരികെ വന്നു. തിരികെ വന്നവർ അസീറിയൻസുമായി മിങ്കിൾ ചെയ്ത പുതിയൊരു ജാതി, അവരാണ് സമരിറ്റൻസ്. അതിനുശേഷം യഹൂദിയെ ബാബിലോൺ സാമ്രാജ്യത്തിൽ നിന്നും നെബൂഖദ്നേസർ വന്ന് BC 550 പൂർണ്ണമായി നശിപ്പിച്ച് തകർത്ത് അവിടെ ഉള്ളവരെ പിടിച്ചുകൊണ്ടുപോയി. ആ പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ ദാനിയേലുണ്ട്, സെരുബാബേലുണ്ട്, യെഹെസ്കേലുണ്ട്, യോശുവയുണ്ട്, ഇവരെല്ലാം ഉണ്ട്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവശബ്ദം ദാനിയേലിനുണ്ടായി. 70 വർഷം കഴിയുമ്പോൾ മടങ്ങി വരും എന്നറിഞ്ഞ ദാനിയേൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കി. പ്രാർത്ഥന ശക്തമായപ്പോൾ മറ്റൊരു രാജാവ് ബേൽശസ്സർ അവിടെ എഴുന്നേറ്റു. ഇവർ ഒരിക്കലും വിടാതെ വണ്ണം അവരെ എന്താ പറയാ വഴി തടഞ്ഞു. പക്ഷേ ദൈവം മറ്റൊരാളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, കോരസ്. ആ രാത്രിയിൽ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. അത് നമുക്ക് അടുത്ത ദൈവം വെച്ചാൽ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കാം. ഈ കേട്ട വചനത്തിന്റെ മുമ്പാകെ, ദൈവികാലുടെ മുമ്പാകെ
നമ്മെ തന്നെ സമർപ്പിച്ച് ഞാൻ ഇന്ന് രാത്രി വെറും ക്ലാസ് ആയിട്ട് മാത്രം പോകാതെ പരിശുദ്ധാത്മനിക്ക് തന്ന ചില ആത്മീക ആലോചനകൾ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ടത് ചിലർക്കെങ്കിലും ജീവിതത്തിൽ വലിയൊരു പ്രചോദനമായി മാറും എന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ നിശ്ചിതമായി പറഞ്ഞതും. അപ്പോൾ തന്നെ വചനത്തിന്റെ ഒരു കുറെ കൂടെ വൈഡായിട്ടുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുമല്ലോ എന്ന് മാത്രം കരുതി ഞാൻ അങ്ങനെ ചെയ്തത്. ദൈവവചനം നമുക്ക് അനുഗ്രഹമായി തരട്ടെ. ഓഡിയോ കിട്ടുമ്പോൾ പലതവണ അത് കേട്ട് നോട്ട്സ് ഒക്കെ തന്നെത്താൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോട്ട്സ് സൂക്ഷിക്കണം, ദൈവവചനം പഠിക്കണം. ഇത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ നിങ്ങൾ പറയുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ ശുശ്രൂഷയിലും വർദ്ധിച്ചു വരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്നോർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.